ഹായ് ഓൾ. ഈ മഴയത്തേക്ക് ആനും തൂക്കിക്കൊണ്ട് എങ്ങോട്ടേക്കാണെന്നാണോ? ഇന്ന് ഞങ്ങൾ CSIR NIST പാപ്പനംകുടേക്ക് പോവുകയാണ്. ഇത് അഞ്ജന, എൻ്റെ PhD ബാച്ച്മേറ്റാണ്. ഞങ്ങൾ രണ്ടുപേരും വെള്ളായണി കാർഷിക കോളേജിൽ വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ PhD ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബേസിക് ബയോടെക്നോളജി മോളിക്കുലർ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിക്വിഡ് നൈട്രജൻ കളക്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് നിസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. ഇത് ശരിക്കും ഒരു 1 വീക്കിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് PhD വള്ളിക്കെട്ടുകളും പിന്നെ അഞ്ജനയ്ക്ക് ഒരു കുഞ്ഞാവയുണ്ട്, അമ്പാടിക്കുട്ടൻ, അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പതുക്കെ അങ്ങ് നിസ്റ്റിലെത്തി. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നിസ്റ്റിൽ പോകുന്നത്. നിസ്റ്റ് കുറേ ആളുകൾക്കൊക്കെ അറിയായിരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, പാപ്പനംകോടാണത് വരുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി സെക്യൂരിറ്റി ഓഫീസിലെ ബേസിക് എൻട്രി ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി. ആ ഒരു ചെറിയ മഴയത്ത് അതിൻ്റെ ആ ഒരു എൻട്രൻസ് ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം നമ്മൾ അവിടേക്ക് ഒന്ന് നിന്ന് പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും തിരിച്ച് കോളേജിൽ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു നേരത്തെ തന്നെ. പിന്നെ മഴയായതുകൊണ്ട് തന്നെ അഞ്ജനയ്ക്ക് നേരത്തെ വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വന്ന പർപ്പസ് നേരെ നമ്മൾ ലിക്വിഡ് നൈട്രജൻ പ്ലാന്റിൽ പോയി ലിക്വിഡ് നൈട്രജനൊക്കെ ഫില്ല് ചെയ്ത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ലിക്വിഡ് നൈട്രജൻ ഫില്ല് ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകാൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ വരെ വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേന്ന് കരുതിയിട്ട് അതിനോട് ചേർന്നൊരു മെയിൻ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് പോയി. അപ്പോൾ അവിടെ ആക്ച്വലി നിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവരുടെ മെയിൻ ഫോക്കസ് ഏരിയ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടു. പിന്നെ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ കോളേജിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വ്ലോഗായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.